അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പറയുന്ന ചൗവരി. പിന്നെ നമ്മളൊരു ക്ഷമ. ഇപ്പോൾ ഇതിൻ്റെ സീസണാണല്ലോ ഈ സംഭവത്തിൻ്റെ. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നല്ല എന്താ പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടല്ലോ ഈ നമ്മുടെ ചൗവരി നമുക്ക് ഈ വെള്ളത്തിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുന്നത് വേവിച്ചെടുക്കണം. നമ്മൾ അരക്കപ്പ് ചൗവരി എടുത്തത് അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്ത് വന്നപ്പോഴത്തേക്കിന് ഇത്ര നല്ല ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇത് പതുക്കെ ഇട്ടുകൊടുക്കാം. അപ്പൊ ഇത് വേകാനും മാത്രമുള്ള വെള്ളം എടുക്കുക കേട്ടോ. നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചൗവരി എടുക്കാം. ഇത് നല്ല കട്ടിയാകും. അപ്പൊ അത് കാരണം ഇച്ചിരി വെള്ളം കൂട്ടി എടുക്കുന്നതാണ് നല്ലത്. ഒരു ജെല്ലിന്റെ ആ ഒരു രീതിയിലേക്ക് വരും ഈ സാധനം. അപ്പൊ അത് അവിടെ നിന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ. വെന്തിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ കലാപരിപാടിയിട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതായത് നമ്മുടെ ചൗവരി ഉണ്ടല്ലോ വെന്ത് റെഡിയായി വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് അതിനകത്തോട്ടെ ഇതിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ മധുരത്തിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന വെച്ചാൽ പഞ്ചസാരയല്ല, ഇത് നമ്മുടെ കൽക്കണ്ടമാണ്. അപ്പൊ ഈ കൽക്കണ്ട നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പഞ്ചസാര ചേർത്താലും മതി കേട്ടോ, അതൊക്കെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക. അപ്പൊ ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കൽക്കണ്ട ആകുമ്പോഴത്തേക്കുണ്ടല്ലോ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് പഞ്ചസാര കളർ. അപ്പൊ അത് ചേർത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പെട്ടെന്ന് തന്നെ അടുത്ത് റെഡി ആയി ചൂടുള്ള ഇതിന്റെ പെട്ടെന്ന് റെഡി ആയിക്കോളും. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഈ ചൗവരിയിലൊക്കെ നന്നായിട്ട് മധുരം പിടിക്കുകയും. അപ്പൊ ആ സമയത്ത് നമ്മൾ വേറൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഐസ്ക്രീം പൊടിയാണ്, അതായത് കസ്റ്റാർഡ് പൗഡർ, വലിയ ഇംഗ്ലീഷ് ജാടയ്ക്ക് പറയുന്ന സാധനം. അപ്പൊ ഈ സാധനം ഉണ്ടല്ലോ നമുക്കത് ഇവിടെ നമ്മള് കുറച്ച് പാല്, ചെറിയ ചൂടുള്ള പാലുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് കലക്കി എടുക്കണം. കലക്കിയിട്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ചേർക്കാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ കട്ട കിട്ടിപ്പോ. ഇത് കലക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതൊന്നുകൂടെ ചൂടാക്കാം. അപ്പൊ നമ്മൾ സ്റ്റവ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പൊടി തേക്കാൻ അപ്പൊ നല്ലൊരു കളറൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ എടുത്തപ്പോ വെള്ള കളറായിരുന്നു, ഇപ്പൊ കണ്ട കളർ മാറി വാനിലയുടെ ഫ്ലേവർ. അപ്പൊ ഇതിന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ സാധനത്തിന്റെ കാര്യം. കാരണം നമ്മള് എളുപ്പത്തിൽ പിള്ളേരെ പറ്റിക്കാൻ വേണ്ട ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്, കസ്റ്റാർഡ് പൗഡർ മേടിച്ച് കലക്കി ഫ്രിഡ്ജ് വെക്കുന്ന പരിപാടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാധനം എല്ലാവർക്കും അറിയാവുന്ന ഐറ്റമാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലിന്റെ അകത്തോട്ട് ഈ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ, ഈ കലക്കിയ പൗഡറിന്റെ ഈ ഇതില്ലേ ആ ഒരു ലായനി ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നല്ല കളറായിട്ടുണ്ട് കേട്ടോ പാല്. വാനിലയുടെ ആ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഇത് എന്തോ നമ്മുടെ സാബുദാന അല്ല ചൗവരി നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊരു ഡ്രിങ്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ വെള്ളം നമ്മൾ ഈ ചൗവരിക്ക് എടുത്തിരിക്കുന്നത്. അല്ല ഇച്ചിരി നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഇത് ഇരിക്കുന്ന അനുസരിച്ചിട്ടുണ്ടല്ലോ കുറെ കൂടെ തിക്കോ. ഇതൊരു ജെല്ല് പോലെ നന്നായിട്ടൊന്ന് ഇതായിക്കോട്ടെ. അടിക്കൊന്നും പിടിക്കാതെ റെഡിയാക്കി കിട്ടും. അപ്പോഴേ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കുറുകി ചെയ്തിട്ടുണ്ട്, നല്ല അതിൻ്റെ ഒരു കറക്റ്റ് രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ഇപ്പം ചെറുതായിട്ട് കുറച്ചു, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നല്ല എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ നേരത്തെ നമ്മുടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു ചേർത്തേക്കാം. വീന്ന് മാറ്റിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആകണം കേട്ടോ, അടിപൊളിയായിട്ട്. നമ്മൾ ഈ ചവരിയുടെ ഇത് തീ നിർത്തിയിട്ടില്ല കേട്ടോ. അത് ആ ഫ്ലെയിം അതുപോലെ തന്നെ നിൽപ്പുണ്ട്. കാര്യം ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ആവണമല്ലോ. അപ്പൊ അതുകൊണ്ട്
അപ്പൊ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് ഒന്നും കൂടെ ഒന്ന് തിക്കാകും സാധനം. അപ്പോഴേ നമ്മള് ആദ്യം ഷമാം കാണിച്ചല്ലോ, അപ്പൊ അത് നമ്മൾ ഇപ്പോഴല്ല ഈ ഒരു സ്റ്റേജിലല്ല ചേർക്കുന്നത്. ഇതിന് തണുത്തിട്ട് വേണം ഇനി നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടി ചെയ്യാൻ. അപ്പൊ അത് നമ്മുടെ റൂം ടെമ്പറേച്ചർ ആയിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാൻ. എന്നിട്ട് പിന്നെ തണുപ്പ് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് വേണ്ടുന്നത്. ഇപ്പൊ നമുക്കിതൊന്ന് തണുത്ത് നമ്മുടെ ഈ റൂം ടെമ്പറേച്ചറിലേക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നമ്മുടെ ഷമാമോ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അടിപൊളി ഡ്രിങ്ക്. അപ്പൊ നമ്മുടെ ഉണ്ടല്ലോ നമ്മള് റെഡിയാക്കി വെച്ച നമ്മുടെ സാധനമൊക്കെ നല്ല തണുത്ത് നല്ല സെറ്റപ്പ് ആയി റെഡിയാക്കിയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇരിക്കും തോറും ഉണ്ടല്ലോ അതിന്റെ കുറി വരും. അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മുടെ എന്താ പറയുന്ന ഈ ഷമാം അത് നമ്മള് പകുതി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് പകുതി കട്ട് ചെയ്ത് അതിന്റെ കുരുവും കളഞ്ഞ് തൊലിയും കളഞ്ഞിട്ട് നമ്മള് മിക്സിയിൽ ഇട്ട് നന്നായിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിന്റെ ഒരു എന്താ പറയുന്ന അതിന്റെ സ്വാഭാവികമായ വെള്ളത്തിൽ നമ്മൾ പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതെ. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എന്താ പറയുന്നത് തണുപ്പിക്കും. നന്നായിട്ട് തണുപ്പിച്ചിട്ട് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. നമ്മൾ ഈ വാനിലയൊക്കെ ചേർത്തിരിക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ വരാൻ വേണ്ടിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രീസർ വെച്ച് കഴിഞ്ഞാൽ ഐസ് ആയിക്കും. ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക നമ്മുടെ കുറച്ച് ഐസ്ക്രീമിന്റെ ക്രീമും ഒക്കെ ഇട്ട് കുറച്ച് ചോക്ലേറ്റ് പൗഡറും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയായിരിക്കും, ടേസ്റ്റുമാണ്. അപ്പൊ അതുപോലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇഷ്ടമുള്ള രീതിയിലൊക്കെ അത് ഫ്ലേവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് എന്താ നമ്മുടെ കസ്കസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാല് കാണാനൊക്കെ ഒരു ഭംഗിയായിരിക്കും. അപ്പൊ അതൊക്കെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും പ്ലെയിൻ ആയിട്ട് തന്നെ നിർത്തുന്നേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും നമ്മളിപ്പോ ചെയ്യുന്നില്ല. ഇത് മതി. ഇതാണ് അതിന്റെ ഒരു സ്വാഭാവികമായ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും കൊള്ളാം. ഈ നമ്മുടെ സാബുദാന ചൗവരി തന്നെ ആ സാധനം വെച്ചിട്ട് ഇത് ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി സീസണാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നോമ്പുകാലം കൂടെ ആണല്ലോ. അപ്പം വൈകുന്നേരം നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാണല്ലോ നല്ലൊരു എനർജിയും കൂടെ ആയിരിക്കും. അപ്പോൾ ഒന്ന് റെഡിയാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ടൊന്ന് എഴുതുക. ഇങ്ങനെ ചെയ്തിട്ടുള്ളവരൊന്ന് അതും പറയാം. അതെ, ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് പറയുക. അതിൻ്റെ ഒരു എന്താ പറയുന്നത് പ്രത്യേകത പറയുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം തയ്യാറാക്കി നോക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അതെ. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും